അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ട് എഴുതപ്പെട്ട ഒട്ടേറെ യുദ്ധങ്ങളുണ്ട്. ഹിജ്റ 2-ാം വർഷം റമദാൻ 17-ന് മദീനയുടെ അതിരുകളിൽ നടന്ന ബദർ കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ട ദിവസമായിരുന്നു. ബദറിന്റെ മൈതാനിയിൽ മുഖാമുഖം നിന്നത് പിതാവും മകനുമായിരുന്നു, സഹോദരങ്ങളും കുടുംബക്കാരുമായിരുന്നു. ഇവിടെ രക്തബന്ധത്തെക്കാൾ മുകളിലായിരുന്നു തങ്ങൾ വിശ്വസിക്കുന്ന ആദർശം. ആയുധബലവും അംഗബലവുമല്ല, മറിച്ച് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത 313 പേരുടെ പോരാട്ടം. യുദ്ധത്തിന് തൊട്ട് മുമ്പ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന ഇന്നും കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അല്ലാഹുവേ, ഈ കൊച്ചു സംഘം ഇന്ന് പരാജയപ്പെട്ടാൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കുവാൻ മറ്റാരുമുണ്ടാകില്ല. ആ വാക്കുകൾ കേവലം വിജയത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, മറിച്ച് സത്യത്തിന്റെ പ്രകാശം അണഞ്ഞു പോകാതിരിക്കാനുള്ള വിളിയായിരുന്നു. ഇന്നും നമ്മുടെ ഉള്ളിൽ ഒരു ബദറുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴും നാം ഒറ്റപ്പെട്ടേക്കാം, എതിരാളികൾ ശക്തരായേക്കാം. പക്ഷെ ബദർ നൽകുന്ന പാഠം ഇതാണ്: കൂടെ അല്ലാഹു ഉണ്ടെങ്കിൽ, സത്യത്തിന്റെ പാതയിലാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. ആദർശത്തിന് വേണ്ടി ജീവിക്കുക.